അതാണിപ്പോ കുഞ്ഞിയത് ഒരു അളവ് ഗ്ലാസ് ഉണ്ട് ഇവിടെ. എല്ലാരും വലിയ ഗ്ലാസ് ആയിട്ട് വരും. അപ്പം ഈ സാധാരണക്കാരുടെ വീട്ടിലെ ഒരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. അപ്പം അതൊന്ന് കണ്ടു നോക്കൂ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അനിയൻ്റെ ആനിവേഴ്സറി ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തന്നെ ഇവിടെ ബിരിയാണി ഉണ്ടാക്കൽ. ഇന്ന് അവൻ്റെ ആനിവേഴ്സറി ആയതുകൊണ്ട് തന്നെ തിരൂരുള്ള ഹോട്ടൽ കാലീസിൽ നിന്ന് നമ്മൾ ഓർഡർ ചെയ്ത കേട്ടോ ബക്കറ്റ് ചിക്കൻ ബിരിയാണിയാണ്. 3 ബക്കറ്റ് കൊണ്ടുവന്നിരുന്നു കേട്ടോ. അല്ലാണ്ട് നമുക്ക് ഉണ്ടാവില്ലല്ലോ. നിങ്ങൾ കണ്ടില്ലേ ഈ കണ്ട ആൾക്കാരൊക്കെ. എന്നാൽ തന്നെ ഇതിൽ അഞ്ചുട്ടില്ല, കിച്ചില്ല, ശ്രീകുട്ടല്ല, പിന്നെ ചേച്ചിയും മക്കളും ആരും ഇല്ല കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ ഉണ്ട്. അനിയനും ഭാര്യയും ഇവിടെ ഇല്ല, അവർ കുവൈത്തിലാണ് കേട്ടോ. അവരുടെ ആനിവേഴ്സറിയാണ്. അപ്പോൾ അവരുടെ വകയാണ് ചിലവ്. കിട്ടിയില്ല അമ്മയ്ക്ക് പ്ലേറ്റ്? ചോറായിന്ന് തരും. അങ്ങനെ പോയില്ല ഇവിടൊക്കെ. ഇത് ഞങ്ങളുടെ ഒരു സാധാരണ ഒരു ഓടിട്ട പഴയ വീടാണ് കേട്ടോ. ഇവിടെ അത്യാധുനിക സൗകര്യങ്ങളൊന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ ഇത്രയും മെമ്പേഴ്സ് ഉള്ളതുകൊണ്ട് അതൊന്നും നടക്കുന്ന കാര്യമില്ല. അതിപ്പോൾ രണ്ട് അനിയത്തിമാരും അവരുടെ മക്കളൊക്കെ ഇപ്പോൾ സ്കൂൾ കൂട്ടിയപ്പോൾ വന്നതാണ്. അപ്പോൾ പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും മക്കളെല്ലാവരും കൂടി ഉണ്ട്. ചേച്ചി മക്കളും ഇല്ല കേട്ടോ. പിന്നെ എൻ്റെ മക്കളും 3 ആളില്ല. അവർ അച്ഛൻ്റെ വീട്ടിലാണ് കേട്ടോ. ഒരാൾ മാത്രമേ ഉള്ളൂ, ഹരിയേശ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഉള്ളത് കേട്ടോ. എന്നാലും ഞങ്ങൾ ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. കുട്ടികളും മക്കളൊക്കെ ആയിട്ട് വീട്ടിലൊരു ഒഴിവും ഉണ്ടാവില്ല. ഭയങ്കര ബഹളമായിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ടേബിളിലിരുന്ന് കഴിക്കലൊന്നും നടക്കുന്ന കാര്യമില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇടനാഴിക ഉണ്ട്, അവിടെ ഇരിക്കുക. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ഒരു നാരങ്ങ ചായ ഇല്ലേ, നമ്മൾ ലെമൺ ടീ, അത് നിർബന്ധം കേട്ടോ. ബിരിയാണി കഴിഞ്ഞാൽ ഞാനും പ്രസി എപ്പോഴും ലെമൺ ടീ ഉണ്ടാക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ലെമൺ ടീ കഴിക്കാൻ. ദഹനത്തിനൊക്കെ നല്ലതാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ലെമൺ ടീ ഇഷ്ടമുള്ള ആളുകളൊക്കെ ഉണ്ടോ? ലെമൺ ടീയിൽ ഇങ്ങനെ കുറച്ച് പൊടി ഇട്ടിട്ട് ഉണ്ടാക്കണം കേട്ടോ. നല്ല പൊടിയായാൽ ഒരു ടേസ്റ്റ് ഇല്ല കേട്ടോ. ഈ ഒരു പൊടിയുടെ ഭാഗമാണ് എനിക്കിഷ്ടം. അത്ര ലൈറ്റ് പൊടിയായിട്ടാണ് കേട്ടോ. അപ്പോൾ പ്രസിക്കും അതന്നെ ഇഷ്ടം. ഞാനും പ്രസി എപ്പോഴും ബിരിയാണി കഴിഞ്ഞാൽ ലെമൺ ടീ ഉണ്ടാക്കിയിട്ട് അതും കുടിച്ചിട്ട് ഒരു കിടപ്പങ്ങ് കിടക്കും. അങ്ങനെ ബിരിയാണി കഴിച്ചാൽ അപ്പയ്ക്ക് കിടന്നുറങ്ങണം കേട്ടോ. അതിൻ്റെ ഒരു ശീലമാണ്. അല്ലെങ്കിൽ ഭയങ്കര മയക്കായിരിക്കും. എല്ലാവർക്കും അങ്ങനെ തന്നെ ആവൂലേ? ഞാനങ്ങനെ ഒരു ചെറുനാരങ്ങ ഞങ്ങൾ എപ്പോഴും സ്റ്റോക്ക് വെക്കും കേട്ടോ. ബിരിയാണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലെമൺ ടീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഇതും ഓർഡർ ചെയ്ത് തന്നെയാണ്. ഇവിടെ നമുക്ക് ഡെലിവറി ബോയ് കൊണ്ടു തന്നതാണ് കേട്ടോ. റെഡ് വെൽവെറ്റ് കേക്കാണ് കേട്ടോ അവർ ഓർഡർ ചെയ്തിരുന്നത്. ഇതൊക്കെ അവർ തന്നെ ഓർഡർ ചെയ്താണ് കേട്ടോ. നമ്മൾ വീട്ടിലേക്ക് ഡെലിവറി ബോയ് കൊണ്ടു തന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ സാധാരണ നമുക്ക് ഇവിടെ കേക്കൊക്കെ ആവശ്യം വരികയാണെങ്കിലൊക്കെ പ്രസി കടയിൽ പോയിട്ട് തിരൂരിൽ നിന്ന് വാങ്ങൂട്ടെ. നമുക്കിവിടെ അടുത്തുള്ളൊരു ടൗണാണ് കേട്ടോ തിരൂർ. ഞാൻ പറഞ്ഞിട്ടില്ലേ എപ്പോഴും മലപ്പുറം ജില്ലയിലാണ്. അവിടെ തിരൂരാണ് നമുക്ക് അടുത്തുള്ള ഒരു ടൗൺ കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ടാണ് എല്ലാ സാധനങ്ങളും വാങ്ങട്ടെ. അവിടെ എല്ലാ സാധനങ്ങളും കിട്ടലല്ലേ, നമുക്ക് അറിയാമല്ലോ എല്ലാ കാര്യങ്ങളും. കണ്ട ഗൈസ്, മക്കളൊക്കെ ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കട്ടെ അതൊന്ന് തുറക്കാൻ വേണ്ടിയിട്ട് ഓപ്പണായിട്ട്. ഇതിൻ്റെ ഉള്ളിൽ എന്താ ഇരിക്കുന്നത്, എങ്ങനത്തെ കളറാണെന്നൊക്കെ അറിയാനുള്ളൊരു ഉത്കണ്ഠയാണ്. കേക്ക് കുഴപ്പം ചെയ്തപ്പോൾ കണ്ടപ്പോൾ നല്ല കട്ട ചുവപ്പ് കളറാണ് കേട്ടോ. അത് കണ്ടപ്പോൾ തന്നെ കുട്ടികളുടെ വായയിലൊക്കെ വെള്ളം വന്നിട്ടാ. അപ്പോൾ അവർ എല്ലാവരും പീസ് കിട്ടാൻ വേണ്ടി കാത്തിക്കട്ടെ. ഞങ്ങളിങ്ങനെ മുറിച്ചൊന്നും കൊടുക്കുകയൊന്നുമില്ല. എല്ലാവർക്കും ആയാലേ കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ ആൾസംഖ്യ കൂടുതലാണല്ലോ. പിന്നെ വലിയവരുണ്ട്, അച്ഛന്മാർത്തിരിക്കുന്നുണ്ട്, അമ്മ അപ്പുറത്തുണ്ട്. അങ്ങനെ നമുക്ക് കുട്ടിയൊക്കെ മാത്രം കഴിച്ചാൽ പോലെ നമുക്ക് വലിയവർക്കും കഴിക്കണ്ടേ. കുട്ടികളൊക്കെ ഇത് കാത്തിക്കുകയാണ് കേട്ടോ കത്തിയിട്ട്. അപ്പോൾ പിന്നെ പ്രസി തന്നെ കൈകാര്യം ചെയ്ത്. അതിൻ്റെ ഇടയിൽ ചോക്ലേറ്റ് ആയിട്ട് എഴുതിയതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ എഴുതിയതിനടക്കം കണ്ട നിങ്ങളെ വീട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ട്. ആ എഴുതിയതിനടക്കം ഇവരെ അടിയാണ് കേട്ടോ. എല്ലാവർക്കും പ്രസി അത് പീസാക്കി കൊടുക്കുകയാണ് കേട്ടോ. ഞങ്ങളിങ്ങനെ തന്നെയാണ്. നമുക്കിതൊരു ശീലമായിട്ട് എന്ത് സാധനം ഇങ്ങനെ ഒരു ചെറിയൊരു ഇടനാഴികയാണ് ഇവിടെ വെച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടി തിന്നുട്ടാ. ഈ ടേബിൾ ഇല്ലേ അതില്ല എന്ന് ചോദിക്കണം. നമുക്ക് ആവാതെ സൗകര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പഴയ വീടാണ്. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ ഇടാനുള്ള സ്ഥലമില്ല ഒന്ന് വാങ്ങിയാൽ പോലും. അപ്പോൾ ഇനി നമുക്ക് നല്ല വീടൊക്കെ ആവണ കാലത്ത് ടേബിളും ഒക്കെ വാങ്ങട്ടെ. ഞങ്ങളൊരു 3-4 പെണ്ണുങ്ങളെ കല്യാണം കഴിച്ചപ്പോൾ തന്നെ ആകെ ക്ഷീണം പറ്റിയൊരു ഫാമിലിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ടേബിളൊന്നും ഇപ്പോൾ വാങ്ങാൻ സാധിക്കുന്ന കാര്യമില്ല.
വാങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇടാനുള്ള സൗകര്യങ്ങളും ഇല്ല കേട്ടോ. അതാണ് കേക്കൊക്കെ ഇങ്ങനെ നിലത്ത് വെച്ച് മുറിക്കുന്നത്. ഇതൊക്കെ കാണുന്ന നല്ല വീട് സൗകര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അയ്യ ഇതെന്താ അങ്ങനെ നിലത്ത് പരത്തി വെച്ചിട്ട് ഇരുന്നിട്ട് മുറിക്കണമെന്നൊക്കെ തോന്നും കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ഫാമിലികളും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെയുള്ള ഇതൊന്നും കാണുമ്പോൾ കുറച്ചൊക്കെ നല്ല ലിവിങ് സ്റ്റാൻഡേർഡ് കൂടിയ ആൾക്കാർക്കൊക്കെ ഇത് കാണുമ്പോൾ ഒരു പുച്ഛമൊക്കെ തോന്നും കേട്ടോ. അതിനെപ്പറ്റിയൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ ഒന്നും ഉണ്ടായിട്ട് പറയല്ല കേട്ടോ. നമ്മൾക്ക് അങ്ങനെ ആൾക്കാർ പറഞ്ഞത് തന്നെ എനിക്കറിയാം. പിന്നെ ഞാൻ പറഞ്ഞില്ല രേണു സുധീൻ്റെ അതിൽ വീഡിയോ ചെയ്യാണ്. നമ്മളുടെ ഓരോ കഷ്ടകാലത്തിന് എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ച് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു വീഡിയോ എടുക്കുമ്പോൾ ഈ വക വർത്തമാനങ്ങളൊക്കെ കേൾക്കേണ്ടി വരികയാണല്ലോ. അപ്പോൾ പ്രസിദ്ധ എല്ലാവർക്കും അവരുടെ അപ്പം പോലെ എല്ലാവർക്കും ഇത് വിതരണം ചെയ്യും. എല്ലാവർക്കും പ്രസിദ്ധ ഉള്ളി ഒപ്പിക്കൂട്ട. അല്ലെങ്കിൽ ഇവിടെ ആ യുദ്ധം നടക്കും മക്കളെ, നല്ല യുദ്ധം നടക്കും. ഒരു ചെറിയ പീസിനൊക്കെ ഗംഭീര അടി നടക്കും. ഈ കേക്കാരോട് പറയണം കുറെ കുട്ടികളുള്ള സ്ഥലമൊക്കെ ആകുമ്പോളേ ഫ്രിഡ്ജിൽ വെച്ചാലൊന്നും ഇവിടെ ഇരിക്കൂല, കട്ടുന്ന് പോണത് കാണൂല. ആ നേരം ഉള്ളവർക്കാണ് മുറിച്ചു കൊടുത്താല് ആണ് കഴിയും. പിന്നെ പ്രീതയ്ക്കൊന്നും വേണ്ടേ. എല്ലാം ഒരുപോലെ മുറിച്ചതിന് ശേഷം കൊടുത്താൽ മതി പ്രസ്യ, അല്ലെങ്കിൽ ഊക്കം നല്ലാവും. ഇവരുടെ എല്ലാവരുടെയും കൂടെ വായിന്ന് വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു തോണി ഇറക്കി നീന്താൻ മാത്രം ഉണ്ടാവും. കണ്ടില്ലേ എപ്പോൾ കിട്ടുക വെച്ചിട്ട് മക്കള് വായിൽ വെള്ളം വന്നിരിക്കുക പാവം തോന്നും. ചിലപ്പോൾ എപ്പോഴൊന്നും ഇങ്ങനെ കേക്കൊന്നും വാങ്ങൂല കേട്ടോ. ഒന്നാമത് ഇതൊന്നും കഴിക്കുന്നത് നല്ലതല്ല. മക്കൾക്കൊക്കെ ഇവിടെ എല്ലാവർക്കും തണുപ്പും ഒക്കെ പ്രശ്നമുള്ള ആൾക്കാർ. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴൊന്നും വാങ്ങൂല. ബർത്ത്ഡേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഡേ ഒക്കെ ഉണ്ടാകുമ്പോൾ മാത്രം വാങ്ങലുള്ളൂ കേട്ടോ. അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊന്നും അധികം കൊടുക്കലില്ല. അതുകൊണ്ടാണ്. പാത്രം കഴുകാനുള്ളവരെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇലക്കീറൽ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ കേക്കിനൊരു മെഴുക് പോലെയാണല്ലോ. അപ്പോൾ പിന്നെ പാത്രം ക്ലീൻ ആക്കാനും വേണ്ടിയിട്ട് നിൽക്കണ്ടേ. അത് വിചാരിച്ചിട്ട് പ്രവി നേരത്തെ തന്നെ ഇലയൊക്കെ കീറി റെഡിയാക്കി വെച്ചാണ്. എന്ത് സവനപ്പ് അതിനെ എടുത്തിട്ടില്ലല്ലോ. തണുപ്പൊന്ന് ആറിക്കോട്ടെ എന്നിട്ട് സവനപ്പ് എടുക്കാം. ഇതുകൊണ്ട് മാറ്റിയിട്ട് അയച്ചു വെച്ചാൽ മതി. അവന്റെ വലിയ ക്ലാസ്സാണ്. എല്ലാവർക്കും ഒരുപോലെ ആർക്കാ ഞാൻ കുടിച്ചോളാം. ആ പ്രാണി കുറച്ച് തോനെ അതാണ് ഇപ്പൊ കുഞ്ഞിയത്. ഒരു അളവ് ഗ്ലാസ് ഉണ്ട് ഇവിടെ. എല്ലാരും വലിയ ഗ്ലാസ് ആയിട്ട് വരും. അപ്പം അങ്ങനെ ഉച്ചക്കത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാ. ഇനി വൈകുന്നേരം ആകുമ്പോഴേക്ക് ഇവർ പിന്നെയും വിശക്കാൻ തുടങ്ങിയിട്ട് വിശപ്പേന്ന് അറിയിട്ടാ. അപ്പം ഞങ്ങൾ കുറച്ച് പഴംപൊരി ഉണ്ടാക്കാൻ വിചാരിച്ച്. ഇന്നമ്മ വരുമ്പോഴത്തേക്ക് പഴം കൊണ്ടുവന്നിരുന്നു. അപ്പം എന്നാൽ പിന്നെ അത് പഴംപൊരി ആക്കാം, അല്ലെങ്കിൽ പിന്നെ ചീഞ്ഞ് പോകുമല്ലോ വിചാരിച്ചിട്ട് ഞാൻ പഴംപൊരി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പം മൈദപ്പൊടി ഗോതമ്പ് പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ എടുത്തത്. കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ളൂ, ബാക്കിയൊക്കെ മൈദപ്പൊടിയാണ്. പിന്നെ അതിലേക്ക് ഒരു 5-6 സ്പൂണ് പഞ്ചസാരയും ഒരു നുള്ള അപ്പക്കാര കേട്ടോ. അധികമൊന്നും ചേർത്തിട്ടില്ല. ഒരു പിഞ്ച് ഉപ്പും ചേർത്തിട്ടാണ് നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഒത്തിരി മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് പറയാൻ ഞാൻ മറന്നതാണ്. മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ടില്ലേ, ഒരു പഴംപൊരിക്ക് ഒരു ഗുമ്മ ഉണ്ടാവുകയുള്ളൂ. ആ ഒരു കളറ് വേണം കേട്ടോ. ഇവിടെ മക്കൾക്കൊക്കെ ഇഷ്ടമാവണമെങ്കിൽ
ഞങ്ങളിങ്ങനെ വൈകുന്നേരം ഉണ്ടാക്കാൻ സത്യം പറഞ്ഞാൽ മടിയാണ് ഗൈസ്. ഇതൊക്കെ എത്ര ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ കുറേ ഉണ്ടാക്കണം എല്ലാ സാധനങ്ങളും. പക്ഷെ ഞങ്ങൾ എല്ലാവരും കൂടി ചെയ്യുമ്പോൾ അതൊരു ഭാരമായി തോന്നില്ല. അത് മാവ് ഞാൻ കൂട്ടി വെച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു. അതിനൊക്കെ വേണ്ടി പോയപ്പോൾ പ്രവീത് ഉണ്ടാക്കിയിട്ടാണ്. പിന്നെ അത് വിളമ്പി കൊടുക്കുന്നത് പ്രസി. അങ്ങനെ ഇങ്ങനെ പണി ഇങ്ങനെ ഓരോരുത്തർക്ക് ഇങ്ങനെ ഓരിച്ച് പോകണതുകൊണ്ട് തന്നെ എളുപ്പാട്ടാണ്. അപ്പം അമ്മയുടെ കഞ്ഞിത്തി വരുമ്പോൾ കുറച്ച് കോമാങ്ങ ഉണ്ടെന്ന് നിന്നിട്ടാ ആകെ അല്ലിബില്ലി ആയിട്ടുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ തോലൊക്കെ കിഴിച്ചെടുത്തിട്ട് ചെത്തിയെടുത്തിട്ട് ജ്യൂസാക്കി അയച്ചിട്ടാണ്. കുറേ മാങ്ങ ഉണ്ടായിരുന്നു, ഒരു മുറം മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ജ്യൂസാക്കിയിട്ടുണ്ടെങ്കിൽ ഈ പഴംപൊരി വേവുന്ന വരെയുള്ള ആ ടൈമിലുള്ള വിശപ്പ് ഇവിടെ പിടിച്ച് നിർത്താൻ പറ്റൂട്ടാ. അപ്പോൾ നല്ല രസമാണ് ഗൈസ്. ഇവിടെ ഒരു ദിവസം പോകുമ്പോഴേക്കൊരു യുദ്ധം കഴിയണമായിരിക്കാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ജ്യൂസ് അടിക്കുകയാണ് ഇട്ടാ. കുറച്ച് ഫ്രിഡ്ജിൽ ഇത്തിരി വെള്ളം വെച്ചിട്ടുണ്ട്. നല്ല തണുപ്പിലൊന്നും കൊടുക്കില്ല, ചെറിയൊരു തണുപ്പിൽ കൊടുക്കും ഇട്ടാ. കുറച്ച് പഞ്ചസാര ഇട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ പാലൊന്നും ഒഴിക്കലില്ല കേട്ടോ, നല്ല മധുരമുള്ള മാങ്ങ തന്നെയാണ്. അപ്പോൾ പിന്നെ പാലൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ, വെറുതെ ചിലവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഞാൻ പാൽ ഒഴിക്കുന്നില്ലേ. മാങ്ങയ്ക്ക് അങ്ങനെ പാലിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മളെ പ്രവിയുണ്ട തകൃതിയിൽ പഴം പൊരിക്കുകയാണ് കേട്ടോ. കുട്ടികളുടെ ഇടയ്ക്കൊക്കെ വരുന്നുണ്ട്, ഒന്ന് ചൂണ്ടാന്ന് വിചാരിച്ചിട്ടൊക്കെ കേട്ടോ. അപ്പോൾ കൊടുക്കില്ല, ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കൊടുക്കണം കേട്ടോ. ഓനെ നിൽക്കാന്നില്ല പറഞ്ഞിട്ട് അപ്പോഴും തല്ലാവും കേട്ടോ. എല്ലാറ്റിനും എന്താ പറയുക, ഒരു കഷ്ണം പോലും അളന്ന് മുറിച്ചുണ്ടാക്കണം. സത്യം പറയുകയാണെങ്കിൽ കേട്ടോ. ഈ ലൈഫൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമുക്ക് കുറച്ചൊക്കെ ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ പോലും ഞങ്ങൾ മക്കളോട് പറയും, മക്കളെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ഓർക്കാൻ നല്ല രസമായിരിക്കും. ഇങ്ങനത്തെ ഒരു കുട്ടിക്കാലം ഉള്ളതുകൊണ്ട് തന്നെ കേട്ടോ, വെക്കേഷനൊക്കെ. അപ്പോൾ മാങ്ങയുടെ ജ്യൂസിൽ കുട്ടികൾ തന്നെ ഇത് എന്താ പറയുക ഐസൊക്കെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കിടക്കലും ഈ ഹാളിൽ തന്നെയാണ് കേട്ടോ. ഇതിൽ കൊള്ളണ അത്രയും ആൾ ഇതിൽ പരന്നെടുക്കൂട്ടോ, വല്ല മത്തി അടിക്കിട്ടായി. അപ്പോൾ എല്ലാവരും ഇതാ ക്ലാസ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ സപ്ലൈ ചെയ്യാൻ ഈ പനിയുള്ള ആള് വന്ന് കുടിക്കണം. ചീഞ്ഞ ചോയാണ്. കൊടലൊക്കെ കിട്ടി, വേറെ കൊടലും മിക്ക് തന്നാ വന്ന് ഇട്ടോളി, പിന്നെ കിട്ടൂല. അവരെല്ലാരും ഇരിക്കും, ഞാനൊക്കെ നല്ല ചുമണ്ടാ. എന്താടി പറഞ്ഞത്? ഒരു പഴംപൊരി ഇട്ടോട്ട് അപ്പൊ അത് പാത്രത്തിൽ തന്നെ വെച്ചിട്ട് ഇപ്പൊ വേണ്ട, ഇനി എല്ലാരും ചായ കുടിക്കുമ്പോ ചിരിച്ചിട്ട് ചായ കുടിക്കുമ്പോ മതി. കേട്ട പ്രസിയ എല്ലാരും കൂടി ചായ കുടിക്കുമ്പോഴേ ഭയങ്കര സൗണ്ട് കേട്ടാ. ഞങ്ങള് 4 മക്കളും ഞങ്ങളും കൂടി വരുമ്പോ കൊറേ ആൾക്കാരുണ്ട്. അപ്പൊ അതാ അവിടൊക്കെ കാണിക്കാം. അപ്പൊ എല്ലാരും കൂടി കഴിക്കുമ്പോ ഭയങ്കര ഒച്ചമൂടിയാണ് കേട്ടാ. അപ്പൊ അനിയത്തിന്റെ കുട്ടി അവരൊക്കെ ഒരു വീട്ടില് അവര് മാത്രം ഫാമിലി ആയതുകൊണ്ട് ആൾക്കാരില്ലല്ലോ. അപ്പൊ അവള് പറയാണ് ചായ കൊടുത്തപ്പോ പറയും ഇപ്പൊ വേണ്ട, എല്ലാരും കൂടി ഇരുന്ന് വർത്തമാനം പറഞ്ഞ് ചിരിച്ചിട്ടുള്ള ചായ കുടിക്കുമ്പോ മതി. എങ്ങനെയുണ്ട് ഗൈസ്? ചിരിക്കുമ്പോ അങ്ങനെ കേട്ടോ, ഞങ്ങൾ എല്ലാരും കൂടി ഇങ്ങനെയൊക്കെ ഇരുന്നിട്ടാ ചായ കുടിക്കട്ടാ. ശേഷം ഉണ്ടോ അവിടെ ഇരിക്കണേ. അപ്പൊ ഇതുപോലത്തെ ഫാമിലീസ് ഒക്കെ കമന്റ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഹരിക്കുട്ടന് മാവില്ല ഗൈസ്. മാവ് തീയാത്ത മാവ് മുറ്റത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് അതെന്താ അറിയോ, മാവ് തന്നെ നിങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാക്കലുണ്ടോ? നമ്മള് പഴംപൊരി ഇതിട്ടാ, പഴംപൊരിയിലെ ലാസ്റ്റ് ബാലൻസ് വന്നതാണ് ഇത്. അപ്പൊ ഇതിന്ന് ആർക്കോ മാവ് കിട്ടിയിട്ടില്ല, എത്ര മാവ് പൊരിച്ചത്. അപ്പൊ പറയാം മാവില്ല പറഞ്ഞപ്പോ ഒരാള് പറയാണ് ഹരിക്കുട്ട മാവ് തീയാർത്ത് പറമ്പിലാണ്. നിങ്ങളൊക്കെ എന്താ പറയാ ഈ കൂട്ടി വെച്ചതിന് മാവ് തന്നെയല്ലേ?